ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, നിങ്ങളുടെ മൊബൈൽ ഫോൺ, വാഹനങ്ങൾ, പിന്നെ അതിലുപയോഗിക്കുന്ന എണ്ണ തുടങ്ങി പല സാധനങ്ങളും നമുക്കരികിലേക്ക് എത്തുന്നത് കടലുകടന്നാണ്, കപ്പലിലൂടെ. അങ്ങനെ ചരക്കുമായി എത്തുന്ന കപ്പൽ പാതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ചരക്ക് നീക്കം തടസ്സപ്പെട്ടാൽ വൻകിട വ്യാപാരികളെ മാത്രമല്ല സാധാരണക്കാരെയും അത് ബാധിക്കും. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം നിലച്ചപ്പോൾ യുദ്ധത്തിന്റെ പ്രത്യാഘാതം ഇങ്ങ് നമ്മുടെ അടുക്കള വരെ എത്തിയത് നമ്മൾ നേരിട്ടറിഞ്ഞു. അങ്ങൊരു നാട്ടിൽ നടക്കുന്ന സംഘർഷം നമ്മുടെ കഞ്ഞികുടിയെ തന്നെ ബാധിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു. ലോകത്തെ പ്രധാന ചോക്ക് പോയിന്റുകളിൽ ഒന്നാണ് ഹോർമൂസ് കടലിടുക്ക്, പ്രധാന കപ്പൽ പാത. ലോകത്തെ ഏത് ചോക്ക് പോയിന്റുകളിലെയും സഞ്ചാരപാതയ്ക്ക് തടസ്സം നേരിട്ടാൽ അത് നമ്മുടെ രാജ്യങ്ങളെ നേരിട്ട് ബാധിക്കും. വിലക്കയറ്റം, പണപ്പെരുപ്പം തുടങ്ങിയവയ്ക്ക് അത് വഴിവെച്ചേക്കും. ഏതൊക്കെയാണ് ലോകത്തിലെ പ്രധാന ചോക്ക് പോയിന്റുകൾ? ലോകത്തെ ചോക്ക് പോയിന്റുകളിൽ ഒന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകത്തിങ്ങനെ 7 ചോക്ക് പോയിന്റുകളാണുള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് എന്താണ് ചോക്ക് പോയിന്റുകൾ എന്നറിയണം. ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും വളരെ പ്രാധാന്യമുള്ള ഇടുങ്ങിയ പാതകളെയാണ് ചോക്ക് പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇവ ലോകത്തെ പ്രധാന കടലുകളെയോ സമുദ്രങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ലോകത്തെ ഭൂരിഭാഗം ചരക്കു നീക്കവും പ്രത്യേകിച്ച് എണ്ണ ഈ ചെറിയ വഴികളിലൂടെയാണ് കടന്നുപോകുന്നത്. യുദ്ധമോ തർക്കങ്ങളോ കാരണം ഒരു ചോക്ക് പോയിന്റ് അടച്ചുപൂട്ടിയാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഇന്ധനവിലയെയും ഗുരുതരമായി ബാധിക്കും. ആഗോള വ്യാപാരത്തെ നിയന്ത്രിക്കുന്ന 7 ചോക്ക് പോയിന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 1. സൂയസ് കനാൽ. ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കപ്പൽ പാതയാണ് സൂയസ് കനാൽ. മെഡിറ്ററേനിയൻ കടലിനെയും റെഡ് സീയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. 2021 എവർ ഗിവൺ എന്ന ചരക്ക് കപ്പൽ വൻ ഗതാഗത കുരുക്കുണ്ടാക്കിയ വാർത്ത നിങ്ങൾ മറന്നു കാണില്ല. ദിവസേന 10 ബില്യൺ ചരക്ക് ഗതാഗതത്തെയാണ് ഇത് ബാധിച്ചത്. മലാക്ക കടലിടുക്ക്. ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് മലാക്ക കടലിടുക്ക്. 94,000 കപ്പലുകളാണ് പ്രതിവർഷം ഇതിലൂടെ കടന്നു പോകുന്നത്. ഇന്ത്യ, ചൈന തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾക്ക് നിർണായകം. ബാബ് എൽ മന്ദേബ്. റെഡ് സീയെ ഏഡൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്ന സമുദ്ര സഞ്ചാരപാത. ഹൂത്തികളുടെ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതത്തെയും ബാധിച്ചു. പല കപ്പലുകളും ഹൂത്തികളുടെ ആക്രമണം ഭയന്ന് ഈ റൂട്ടിനു പകരം ഇന്ന് ആഫ്രിക്കൻ മുനമ്പ് കടന്നാണ് പോകുന്നത്. സാധാരണയെക്കാളും 2 ആഴ്ചയോളം അധികം കപ്പലുകൾക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സഞ്ചരിക്കേണ്ടി വരുന്നു. എണ്ണ വ്യാപാരത്തെ ഇത് ബാധിക്കുന്നു. ഒപ്പം ചരക്ക് ഗതാഗതം ചെലവേറിയതുമാക്കി തീർക്കുന്നു. ടർക്കിഷ് കടലിടുക്ക്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ജലപാതകളിലൊന്നാണ് ടർക്കിഷ് കടലിടുക്ക്. ഏഷ്യയെയും യൂറോപ്പിനെയും വേർതിരിക്കുന്ന ഈ പാതകൾ കരിങ്കടലിനെ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിപ്പിക്കുന്നു. ഇത് ലോകത്തെ ഏറ്റവും തിരക്കേറിയ ചോക്ക് പോയിന്റുകളിൽ ഒന്നാണ്. റഷ്യയെയും മധ്യേഷ്യയെയും യൂറോപ്പുമായും ആഫ്രിക്കയുമായും ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ കവാടം. ഇതിന്റെ നിയന്ത്രണം തുർക്കികളെ ആഗോള രാഷ്ട്രീയത്തിൽ വളരെ സ്വാധീനമുള്ള രാജ്യമാക്കി മാറ്റുന്നു. ഹോർമൂസ് കടലിടുക്ക്. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്നു. ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ 20% ഈ കടലിടുക്കിലൂടെയാണ് പാസ് ചെയ്യുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾക്ക് പുറം ലോകത്തെത്താൻ ഈ വഴി അനിവാര്യം. പശ്ചിമേഷ്യൻ സംഘർഷം ഹോർമൂസിലേക്കും വ്യാപിച്ചതോടെ കപ്പലുകൾക്ക് ഈ പാത താണ്ടി പോവുക എന്നത് ഏറെ പ്രയാസകരമാക്കുന്നു. ഡാനിഷ് കടലിടുക്ക്. റഷ്യൻ എണ്ണ വ്യാപാരത്തിന്റെ നിർണായക റൂട്ട്. ഹോർമൂസ് കടലിടുക്ക് കഴിഞ്ഞാൽ ലോകത്തെ പ്രധാനപ്പെട്ട ഇന്ധന പാതകളിലൊന്ന്. റഷ്യയുടെ ബാൾട്ടിക് തീരത്തുള്ള തുറമുഖങ്ങളിൽ നിന്നുള്ള എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വലിയൊരു ഭാഗം ഇതുവഴിയാണ് യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോകുന്നത്. പനാമ കനാൽ. ഒരു മനുഷ്യനിർമ്മിത ജലപാതകളിലൊന്നാണ് പനാമ കനാൽ. അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെയും പസഫിക് മഹാസമുദ്രത്തെയും ബന്ധിപ്പിക്കുന്നു. ഈ കനാലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ലോക്കിംഗ് സിസ്റ്റമാണ്. സമുദ്രനിരപ്പിനേക്കാൾ 26 മീറ്റർ ഉയരത്തിലുള്ള ഒരു തടാകത്തിലൂടെയാണ് കപ്പലുകൾക്ക് കടന്നു പോകേണ്ടത്. കപ്പൽ പാതകളിൽ ഉണ്ടാകുന്ന തടസ്സം ആഗോള വ്യാപാരത്തെ ബാധിക്കും. എണ്ണ വ്യാപാരം, ചരക്ക് ഗതാഗതം എന്നിവയിൽ ഉണ്ടാകുന്ന തടസ്സം അതുമായി ബന്ധപ്പെട്ട മേഖലയെയും കാര്യമായി ബാധിക്കും. എണ്ണവില കൂടാനും വിലക്കയറ്റത്തിനും വരെ ഇത് കാരണമായേക്കും. ഹോർമൂസിലെ പ്രതിസന്ധി നമുക്ക് മുന്നിലുള്ള വലിയ ഉദാഹരണമാണ്.